എന്തുകൊണ്ടാണ് സാത്താൻ പരിശുദ്ധ അമ്മയെ ഭയപ്പെടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകരക്ഷകന്റെ അമ്മ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞി, ജന്മപാപമില്ലാതെ ജനിച്ചവൾ, ഇങ്ങനെ നീളുന്നു പരിശുദ്ധ അമ്മയ്ക്കുള്ള വിശേഷണങ്ങൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അനേകം മരിയൻ പ്രത്യക്ഷീകരണങ്ങളും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന അത്ഭുതങ്ങളും ലക്ഷക്കണക്കിന് ആളുകളെയാണ് മരിയ ഭക്തിയിലേക്ക് ആകർഷിക്കുന്നത്. അനേകർ അമ്മയിലൂടെ യേശുവിനെ അറിയുമ്പോൾ സാത്താൻ അതിൽ വളരെ അസ്വസ്ഥനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനെ ശരിവെച്ചുകൊണ്ടാണ് അടുത്തയിടെ പ്രശസ്ത ഭൂതോച്ചാടകനും ഇറ്റാലിയൻ വൈദികനുമായ ഫാദർ സാന്റേ ബബോലിൻ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പരിശുദ്ധ കന്യകാമാതാവിനെതിരായി നടന്ന ആക്രമണങ്ങളുടെ പിറകിലെ ശക്തിയും കേന്ദ്രവും സാത്താനാണെന്ന് അദ്ദേഹം പറയുന്നു. ഡെസ്റ്റേ ലാഫി എന്ന മെക്സിക്കൻ ആഴ്ചപ്പതിപ്പിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പതിവായി സ്ത്രീവേഷം കെട്ടി അഭിനയിക്കാറുള്ള ബോർജ കാസില്ലാസ് എന്ന സ്പാനിഷ് കലാകാരൻ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു കാർണിവൽ ആഘോഷത്തിനിടയ്ക്ക് പരിശുദ്ധ കന്യകാമാതാവിന്റെ വേഷം ധരിച്ചുകൊണ്ട് ദൈവമാതാവിനെ അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അർജന്റീനയിലെ ഒരു പ്രതിഷേധ പ്രകടനത്തിനിടയ്ക്ക് ഒരു സ്ത്രീ പരിശുദ്ധ മാതാവിന്റെ വേഷം ധരിച്ചുകൊണ്ട് അബോർഷനെ അനുകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് പോപ്പ് സെലിബ്രിറ്റി കിം കർദാഷിയാൻ മാതാവിന്റെ രൂപത്തിൽ തന്റെ മുഖം ചേർത്ത് മെഴുകുതിരി പുറത്തിറക്കിയത്. ഈ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഫാദർ സാന്റേ ബബോലിൻ പ്രസ്താവന നടത്തിയത്. ഭൂതോച്ചാടന വേളകളിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ മുന്നിൽ സാത്താന്റെ ശക്തി ക്ഷയിക്കുകയും അവളുടെ മുന്നിൽ സാത്താന് പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല എന്നതിനാലാണ് പരിശുദ്ധ കന്യകാമറിയത്തെ സാത്താൻ ഇത്രമാത്രം ഭയപ്പെടുന്നതിന്റെ കാരണമെന്ന് ഫാദർ സാന്റേ പറയുന്നു. പിശാചിനെതിരെ തനിക്കു വേണ്ടി വാദിക്കുന്ന ഒരു ശക്തിയായ അഭിഭാഷകയെ പോലെയാണ് തന്റെ ശുദ്രോച്ചാടന കർമ്മങ്ങൾക്കിടയിൽ തനിക്കു വേണ്ടി പരിശുദ്ധ കന്യകാമാതാവ് പ്രവർത്തിക്കുന്നതെന്ന് വൈദികൻ വെളിപ്പെടുത്തി. ഏതാണ്ട് 2300ഓളം ശുദ്രോച്ചാടന കർമ്മങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പരിശുദ്ധ കന്യകാമാതാവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മാത്രയിൽ പിശാചു ബാധിതനായ വ്യക്തിയിൽ പ്രകടമായ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് വ്യക്തമായി പറയുവാൻ സാധിക്കും. കത്തോലിക്കർക്കെതിരെ അവിശ്വാസികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഫലം കാണാതെ വരുന്ന സാഹചര്യങ്ങളിൽ കത്തോലിക്കരെ തോൽപ്പിക്കുവാനായി വിറളി പൂണ്ട സാത്താൻ ലക്ഷ്യം വെക്കുന്നത് താൻ ഏറ്റവും അധികം വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്ന പരിശുദ്ധ കന്യകാമാതാവിനെ തന്നെയാണെന്ന് റോമിലെ ജോർജിയൻ സർവകലാശാലയിലെ അധ്യാപകൻ കൂടിയായ ഫാദർ ബബോലിൻ പറയുന്നു. എന്റെ ശുദ്രോച്ചാടന കർമ്മത്തിനിടയ്ക്ക് ഞാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ സാത്താൻ എനിക്കിവളുടെ മുൻപിൽ, അതായത് പരിശുദ്ധ മറിയത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല, നിന്റെ മുൻപിലുമെന്ന് നിലവിളിച്ചു പറയാറുണ്ട്. ഇത് തന്നോട് പറയുന്നത് സാത്താന് പരിശുദ്ധ കന്യകാമാതാവിനോടുള്ള വെറുപ്പിന്റെയും ഭയത്തിന്റെയും തെളിവാണെന്ന് ഫാദർ ബബോലി ചൂണ്ടിക്കാണിക്കുന്നു. ദൈവിക സന്ദേശമനുസരിച്ച് യേശുവിന്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട പരിശുദ്ധ അമ്മ പൂർണ്ണമായും പാപരഹിതമായ അവസ്ഥയിൽ പരിപൂർണ മനസ്സോടുകൂടി ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ സ്വീകരിച്ചു. ദൈവത്തിന്റെ ദാസിയാവുകയും തന്റെ പുത്രന്റെ ദൗത്യത്തിൽ പങ്കുചേരുകയും വഴി അവൾ തന്നെ പരിപൂർണമായും ദൈവത്തിന് സമർപ്പിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഇക്കാര്യവും അദ്ദേഹം തന്റെ അഭിമുഖത്തിൽ ഓർമ്മിപ്പിച്ചു. അവൾ നിന്റെ തല തകർക്കുമെന്ന് ദൈവം സാത്താനാകുന്ന സർപ്പത്തോട് പറയുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന കാര്യവും വൈദികൻ ചൂണ്ടിക്കാട്ടി. ഇവയെല്ലാം സാത്താന് പരിശുദ്ധ മാതാവിനോടുള്ള ഭയത്തിന്റെ കാരണങ്ങളാണ്. ദൈവമാതാവിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സാത്താൻ ഭയക്കുന്നു. പരിശുദ്ധ മാതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് പിശാചുബാധിതരിൽ ഏറ്റവും ഭയാനകമായ ഭാവമാറ്റങ്ങൾ ഉണ്ടാകാറുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മനുഷ്യരെ കെണിയിൽ വീഴ്ത്തുവാനായി
സാത്താൻ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന മറ്റൊരായുധം പണമാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഉള്ളിലെ ആഹ്ലാദത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഭൗതിക ത്വരകളെ സംതൃപ്തിപ്പെടുത്തുവാൻ പണം കൊണ്ട് സാധിക്കുന്നു എന്നതാണ് ഇതിനു കാരണം. മനം മയക്കുന്ന പ്രകാശവും നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് പെട്ടെന്നുള്ള പരിഹാരവും കപടമായ സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്തുകൊണ്ട് സാത്താൻ പണം വഴി നമ്മളെ ആകർഷിക്കുവാൻ ശ്രമിക്കുന്നു എന്ന മുന്നറിയിപ്പും അദ്ദേഹം അഭിമുഖത്തിലൂടെ നൽകി. അക്രമപരമായ പ്രവർത്തനങ്ങളെ നിരാകരിക്കുവാനും പ്രാർത്ഥനാ കൂട്ടായ്മകളും ജപമാലയും സംഘടിപ്പിക്കുവാനും ദൈവമാതാവിനെതിരെ ആക്രമണങ്ങൾ നടന്ന ഇടങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും കത്തോലിക്ക സമൂഹത്തെ ഉപദേശിച്ചുകൊണ്ടാണ് ഫാദർ സാന്റേ ബാബോലിൻ തൻ്റെ അഭിമുഖം അവസാനിപ്പിച്ചത്.